ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 148-ാമത്തെ ആയത്താണ് നമ്മുടെ 11ാമത്തെ ക്ലാസ്സുമാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുക, അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രയാസപ്പെടുന്ന ചില പദങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുത്ത് എന്നാൽ കഴിയുന്നതായ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ക്ലാസ് നൽകുക എന്നുള്ളതാണ്. അല്ലാഹു തആല വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു ചെറിയൊരു ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി കൂടെ ഓതുക, കേൾക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ് അഥവാ ഈ ഖുർആന്റെ ഖത്മുൽ ഖുർആൻ അവസാനിക്കുന്നതോടുകൂടെ ഏറ്റവും ചുരുങ്ങിയത് 2-3 ഖത്മുകൾ തീരുന്ന രൂപത്തിലാകണം. അള്ളാഹു ആ രൂപത്തിൽ മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل وجهة هو موليها فاستبقوا الخيرات ولكل وجهة. തൻവീന് ശേഷം വാവ് വന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങളാണ് നൗമി എന്നുള്ളത് അല്ലേ. നൂന്, വാവ്, മീമ്, യാ. തൻവീനിന്റെ ശേഷമോ സുക്കൂനുള്ള നൂനിന്റെ ശേഷമോ വാവ് വന്നാൽ, അല്ലെങ്കിൽ പിന്നെ നൂന് വന്നാൽ, അല്ലെങ്കിൽ മീമ് വന്നാൽ, അല്ലെങ്കിൽ യാ വന്നാൽ ഇവിടെ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. വലിക്കുല്ലിൻ, കുല്ലിന്, ലിൻ എന്ന തൻവീനിനെ വാവിലേക്ക് കൊടുക്കുക. വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ. വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ. നമ്മൾ ചാർട്ടിലേക്ക് നോക്കേണ്ടതാണ്. തൻവീനിന്റെ ശേഷം ഹാ വന്നാൽ, ഹാ ഏതിന്റെ അക്ഷരമാണ്? ഇൽഹാറിന്റെ അക്ഷരമാണ്. ഇൽഹാറിന്റെ അക്ഷരം വെളിവാക്കേണ്ട അക്ഷരമാണ്. ഏത്? ഹാ വെളിവാക്കണം എന്നല്ല പറഞ്ഞത്, തൻവീന് വെളിവാക്കണം, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് വെളിവാക്കണം. ഇതാണ് ഇവിടെയുള്ള നിയമം. അപ്പൊ എങ്ങനെ വെളിവാക്കലേ? വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത്. ഫസ്തബിഖുൽ ഖൈറാത്ത്. വഖഫ് ചെയ്ത് ശബ്ദിച്ചല്ലോ അല്ലേ. ഖൈറാത്ത്. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ അല്പം നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ആ നീട്ടുന്നതിന് പറയുന്ന പേരാണ് മദ് ആരിദ് എന്ന് പറയും. പുതിയ ഒരു മദ് രൂപപ്പെടും അല്ലേ. അത് നമ്മൾ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്ന വിഷയം തന്നെയാണ്. ഫസ്തബിഖുൽ ഖൈറാത്ത്. അവിടെ ഫ കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ട്, അത് വസ്ലിന്റെ ഹംസയാണ്. വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അത് ഉച്ചരിക്കുകയില്ല, ചേർത്തി വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. ഫസ്തബിഖുൽ ഖൈറാത്ത് أينما تكونوا يأتي بكم الله جميعا. നീട്ടാനുള്ളതും തൻവീൻ ഫത്ഹും. തൻവീൻ ഫത്ഹിനെ ജമീഅ എന്ന് പറഞ്ഞുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ജമീഅ. അതുപോലെ തന്നെ നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെയാണ് വഖഫ് ചെയ്യേണ്ടത്. ഐനമാ തകൂനു അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ
أينما تكونوا يأتي بكم الله جميعا. തൻവീൻ ഫത്ഹിന് വഖഫ് ചെയ്യേണ്ട ജമീഅ ബസീറ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഖദീർ എന്നല്ല ഖദീർ. ഷൈഇൻ ഖദീർ. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. നമുക്കൊന്ന് പറയാം. ആ ചാർട്ടിലേക്ക് നോക്കി സ്കൂളില നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി തൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കുക. ഇഖ്ലാബ്. സുക്കൂളില നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ലാമോ റാഓ വന്നാൽ ഇദ്ഗാം ബിലാഗുന്നയാണ്. നേരെ കൊടുക്കുക, കൂട്ടി യോജിപ്പിക്കുക, മണിക്കൊന്നും ചെയ്യണ്ട. പിന്നെയുള്ളത് ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങളാണ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൗമി, നൂന്, വാവ്, മീമ്, യാ. സുക്കൂളിലെ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ഈ 4 അക്ഷരങ്ങൾ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന, നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യുക. ഇനി 6 അക്ഷരങ്ങളാണ്. ഹംസ, ഹ, ഹ, ഖ, ഐൻ, ഗൈൻ. സുക്കൂളിലെ നൂനിന്റെയോ തൻവീന്റെയോ ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇദ്ഹാർ ചെയ്യണം. നേരത്തെ പറഞ്ഞല്ലോ, വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ. വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ. വിജ്ഹത്തുൻ എന്ന് വ്യക്തമാക്കാനുള്ള കാരണം ശേഷമുള്ളത് ഹ ആണ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അപ്പോ ഇതാണ് നിയമങ്ങൾ. പിന്നെ ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങൾ, 13 അക്ഷരം പറഞ്ഞു. ബ, ലം, റാഉം, നൗമി, ഹംസ, ഹ, ഹ, ഖ, ഐൻ, ഗൈൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ 13 അക്ഷരങ്ങളായി. ബാക്കി 15 അക്ഷരങ്ങൾ ഇഖ്ഫാന്റെ അക്ഷരമാണ്. അതിൽപ്പെട്ടതാണ് ഖാഫ്, കാഫ് ഒക്കെ അല്ലെ, ത, സ, ജീം, സ്വാദ്, സീന്, ഷീന് ഇതൊക്കെ എന്താണ് ഇതിൽപ്പെട്ടതാണ്. അപ്പോ ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. ബാക്കി 15 അക്ഷരങ്ങൾ. ആ 15 അക്ഷരം വരുമ്പോൾ എങ്ങനെയാണ്? ഒഴിവാക്കുകയും ചെയ്യൂല, വ്യക്തമാക്കുകയും ചെയ്യൂല. അതിന്റെ രണ്ടിനും ഇടയിലായിട്ട് ഷൈഇൻ ഖദീർ എന്ന് പറയില്ല, ഷൈഇൻ ഖദീർ. ഓതി നോക്കുക. വലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത് أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. 149 ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك. സുക്കൂളിലെ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം റാ വന്നാൽ ലാം വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. മിർ റബ്ബിക്. അവിടെ മിൻ പറയണ്ട. മിർ റബ്ബിക്. മിർ നൂനെ ഉച്ചരിക്കൂല. മിർ റബ്ബിക്. وما الله بغافل عما تعملون. وما الله എന്നുള്ളത് وما الله بغافل عما تعملون. നോക്കി 149. ഇത് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞ ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പറയാത്തത്.
വമിൻ വ്യക്തമാക്കി ഹ ആണ് ഇദ്ഹാർ അക്ഷരമാണ്. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഇന്നഹു ലൽ ഹഖ് മിർ റബ്ബിക വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. 150-ാമത്തെ ആയത്ത്. ഇതിലും ഏകദേശം കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഭാഗങ്ങളാണ്. وَمِنْ حَيْثُ خَرَجْتَ فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَحَيْثُ مَا كُنْتُمْ فَوَلُّوا وُجُوهَكُمْ شَطْرَهُ لِئَلَّا يَكُونَ لِلنَّاسِ عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. ഇവിടെ കണ്ടില്ലേ, ومن حيث خرجت فولي എന്ന് പറയുന്നത് فولي وجهك شطر المسجد الحرام വഖഫ് ചെയ്തു. മസ്ജിദിൽ ഹറാം, മസ്ജിദിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജീമിന്റെ മുമ്പ് സീനൊക്കെ ആണെങ്കിൽ ചിലപ്പം ജീമിനെ ചി എന്നാകാൻ സാധ്യത, മസ്ചി എന്ന് അറിയാതായി പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. മസ്ജിദിൽ ഹറാം وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم. حجة تنوين വന്നു, തൻവീന് ശേഷം ഹംസ വന്നു. ഹംസ വന്നാൽ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ. അലിഫിന് ഫത്ത് ഇട്ടാൽ പിന്നെ അത് അലിഫ് എന്ന് പറയില്ല, ഹംസ എന്നാണ്. കസിറിട്ടാൽ ലൊമ്മിട്ടാൽ ഹംസയാണ്, നീട്ടാനുള്ളത് മാത്രമാണ് അലിഫ്. അപ്പോ حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. 151-ാമത്തെ ആയത്ത്. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا كما أرسلنا فيكم رسولا منكم തൻവീനേഷൻ മീം വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ് അല്ലേ, കൂട്ടി യോജിപ്പിക്കാൻ മണിക്കുക. റസൂലം ശേഷം നൂന് വന്നു, അതിന് ശേഷം കാഫാണ്, അവിടെ ഇഖ്ഫാ ചെയ്യണം. റസൂലം മിൻകും അവിടെ നേരെ കൂട്ടി യോജിപ്പിച്ചിട്ട് വരുന്നുള്ളൂ. ഇവിടെ കൂട്ടി മിൻകും എന്നുള്ളടത്ത് കൂട്ടി യോജിപ്പിക്കണമെന്നില്ല, ആ നൂനിനെ ഒഴിവാക്കുകയും ചെയ്യുന്നില്ല, വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നില്ല, രണ്ടിന്റെയും ഇടയിലായിട്ട്. മിൻകും യത്ലു അലൈക്കും ആയാതിന
ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. ويعلمكم ما لم تكونوا ويعلمكم ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചു. മീമിന്റെ ശേഷം മീം വന്ന ഒരു മീമായിട്ടാണ് ഉച്ചരിക്കുക. സുക്കൂണുള്ള മീമിന്റെ ശേഷം മീം വന്നാൽ ഒരു മീമായിട്ടാണ് ഉച്ചരിക്കുക. മ പ്ലസ് മ അല്ലെ, മ പ്ലസ് മ മ, മ പ്ലസ് മു മു, മ പ്ലസ് മി മി അല്ലേ. ആ രൂപത്തിലാണ് വയുഅല്ലിമുക്കും വയുഅല്ലിമുക്കും മാ ലം തകൂനു. ഇനി മീമിന്റെ ശേഷം സുക്കൂണുള്ള മീമിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ അവിടെ ഇഖ്ഫ ആണ് ചെയ്യുക, മറച്ച് പണിക്കുക. അതുപോലെ തന്നെ സുക്കൂണുള്ള മീമിന്റെ ശേഷം ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും മീമും ബഉം അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമാക്കണം. മീമിന്റെ നിയമം ഇങ്ങനെയാണ്. മാ ലം തകൂനു തഅലമൂൻ. മാ ലം കാരണം എന്താ വ്യക്തമാക്കി, ലം ലം അങ്ങനെ ആ രൂപത്തിലൊന്നല്ല. മാ ലം കാരണം ശേഷമുള്ളത് ഇദ്ഹാറിന്റെ അക്ഷരമാണ്. മീമിൻ്റെത് മീമും ബഉം അല്ലാത്തതൊക്കെ ഇദ്ഹാറിന്റെ അക്ഷരങ്ങളാണ്. മാ ലം തകൂനു തഅലമൂൻ. മാ ലം തകൂനു തഅലമൂൻ. ഒന്ന് ഓതി നോക്കി. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. വസ്ലിൻ ഹംസ ചേർത്തി വായിച്ചപ്പോൾ ഉച്ചരിക്കുന്നില്ല. ഫദ്കുറൂനി അദ്കുർക്കും ഫദ്കുറൂനി അദ്കുർക്കും അദ്കുർക്കും ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. അദ്കുർക്കും വഷ്കുറൂനി അവിടെ ചുണ്ട് പൂട്ടിയതിന് ശേഷം വഷ്കുറൂനി കാരണം ഇദ്ഹാറിന്റെ സ്ഥലമാണ്. മീമിന്റെ ശേഷം മീമും ബഉം അല്ലാത്ത ഏതക്ഷരം വന്നാലും വാവക്കയിൽപ്പെട്ടതാണ്. ഇദ്ഹാറിന്റെ അക്ഷരങ്ങളാണ്. ഇദ്ഹാറിനെ വ്യക്തമാക്കേണ്ട വെളിവായിട്ട് പറയേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. മീമാണ് വെളിവാക്കുന്നത്, വാവല്ല. മീമ് വാവിനെ പോലെ പറയും. മീമാണ് എന്ത് ചെയ്യുന്നത്, വെളിവാക്കണോ വെളിവാക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കാരണം മീമിന് ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കണം. ബ ആണെങ്കിൽ മറച്ച് മണിക്കണം, മീമാണെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം, മണിക്കൊന്നും ചെയ്യേണ്ട, നേരെ വ്യക്തമായി മീമിനെ ഉച്ചരിക്കുക. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. 153. يا أيها الذين آمنوا استعينوا. يا مد منفصل. يا أيها الذين آمنوا استعينوا. കൂട്ടി വായിക്കണമെങ്കിൽ രൂപം എങ്ങനെ, ആമനുസ്തഈനു. ആമനു അവിടെ നിർത്തുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. എന്നാൽ കൂട്ടി വായിക്കുമ്പോൾ അത് ഉണ്ടാവില്ല. ഇവിടെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാവില്ല. കാരണം എന്താണ്, ശേഷമുള്ള സുക്കൂനൊക്കെ വരുന്നുണ്ട്. ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ഇൻ വസ്സലാഹ് വഖഫ് ചെയ്തു. വഖഫ് ചെയ്തപ്പോൾ അവിടെ താ കണ്ടില്ല, അത് വസ്സലാഹ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ.
يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. 154 ولا تقولوا لمن يقتل في سبيل الله أموات ولا تقولوا വഖഫ് ചെയ്യുകയാണെങ്കിൽ വലാ തഖൂലു ലിമൻ, അവിടെയാണ് ഞാൻ വഖഫ് ചെയ്തത്. അപ്പൊ നൂന് വെളിവായി. ഇനി അവിടെ നിർത്തുന്നില്ല എങ്കിൽ നൂന് വെളിവാകുമോ? ഇല്ല. കാരണം ശേഷമുള്ളത് എന്താണ് നിയമം? യാ ആണ് വന്നിട്ടുള്ളത്. അവിടെ എന്താ ചെയ്യേണ്ടത്? ഒന്ന് ഓതി നോക്കി എങ്ങനെ ഓതേണ്ടതെന്നുള്ളത് എന്താണ് അവിടുത്തെ നിയമം? ഒന്ന് ആലോചിച്ച് നോക്കി. മണിക്ക ലിമയ്യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്. അംവാത് അല്ല, അംവാത്. അംവാത് അം ഇത് അം ചുണ്ട് കൂട്ടിയതിന് ശേഷം വാത്. അംവാത് ഫീ സബീലില്ലാഹി അംവാത്. കാരണം എന്താണ്? ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ولا تقولوا لمن يقتل في سبيل الله أموات. ഇവിടെ പ്രത്യേകം പറയുന്നത് മീമിന്റെ ശേഷം ഫാഓ വാവോ വന്നാൽ പ്രത്യേകം ഒന്ന് ഇൽഹാർ ചെയ്തുകൊണ്ട് പരിഗണിക്കേണ്ടതാണ്. അത് ചിലപ്പോൾ അത് ഇഖ്ഫായ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അംവാത്ത് എന്ന് പറയാൻ പറ്റില്ല. അംവാത്ത് അംവാത്ത് ബൽ അഹ്യാഉ വലകിൻ ലാ തശ്ഉറൂൻ. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ, ഇവിടെ അംവാത്ത് എന്ന് വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ തൻവീനാണ് അവിടെ ഉള്ളത്. തൻവീനാണ്. അതിന് ശേഷം ബ ആണുള്ളത്. അവിടെ തെൻവീനെ മാറ്റി മീമായി കൊടുക്കണം. ഇഖ്ലാബാണ്. തെൻവീന് സുക്കൂനുള്ള നൂന് ഇതിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ തെൻവീനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പൊ മീമായി കൊടുത്താൽ പിന്നെ അവിടെ എന്തായി? മീമിന്റെ നിയമമായി. ഇഖ്ലാബാണ് നിയമം, മീമായി. ഇപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് മീമാണുള്ളത്. മീമിന്റെ ശേഷം ബ വന്നാൽ എന്താ നിയമം? നേരത്തെ പറഞ്ഞല്ലോ. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ, ബാക്കിയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. അപ്പൊ ഇവിടെ ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉ വലകിൻ ലാ തശ്ഉറൂൻ. വലകിൻ ലാ നൂനിന്റെ ശേഷം ലാമോ റോ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്നയാണ്. നൂന് ലാമിലേക്ക് കൊടുത്തു ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിക്കുന്നു. ലാമിന് കട്ടി കൂടുന്നു. വലാകില്ല നൂനെ പറയുന്നില്ല. വലാകില്ല ഉച്ചാരണത്തിൽ വരുന്നില്ല എന്നർത്ഥം. നൂനിന് ലാമിന് കൊടുത്തു. ലാമിന് കൊടുത്തപ്പോ എന്ത് ചെയ്തു? ലാമ് കട്ടി കൂടി. അതാണ് ഇപ്പൊ ഉണ്ടായത്. അതുകൊണ്ടാണ് ശബ്ദം അവിടെ കാണുന്നത്. വലാകില്ല തശ്ഉറൂൻ ബൽ അഹ്യാഉ ബൽ അഹ്യാ. തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. മീമിന്റെ നിയമം വേറെയാണ്. മീമിന്റെ നിയമം വേറെയാണ്. തൻവീനിന്റെയും നൂനിന്റെയും നിയമങ്ങൾ വേറെയാണ്. അത് രണ്ടും നമ്മൾ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. രണ്ടും കൂടി അങ്ങോട്ട് മിക്സഡ് ആകാൻ പാടില്ല. മീമിന്റെ എന്ത് ചെയ്താമേ എപ്പോഴും ഓർമ്മയിലുണ്ടാകുക. അതുപോലെ തന്നെ അത് മറ്റത് നൂനിന്റെയും തൻവീന്റെയും രണ്ടും അത് രണ്ടും എന്ത് ചെയ്യുക? വേറിട്ട് മനസ്സിലാക്കുക. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم 155 ആയതാണ്. ولنبلونكم بشيء. ഇവിടെ കണ്ടില്ലേ? സുക്കൂനുള്ള മീമിന്റെ ശേഷം വന്നു. ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം, വ്യക്തമാക്കരുത്, ഒഴിവാക്കുകയും ചെയ്യരുത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്
من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين ونقص من الأموال നേരത്തെ പറഞ്ഞതുപോലെ അംവാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അൻഫുസ് അവിടെ എന്താണ്? ഇഖ്ഫാണ്, ഫആണ് വന്നിട്ടുള്ളത്. വബശ്ശിരി സ്വാബിരീൻ 186. الذين إذا أصابتهم مصيبة ഒരു മീം അല്ലേ, ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കുന്നു, ഇദ്ഗാം ചെയ്യുന്നു, മണിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. അതാണ് മണിക്കൽ. ഇദാ അസ്വാബതുഹും മുസീബ, വഖഫ് ചെയ്തു, മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ, ഇത് നമുക്ക് കൂടുതൽ പരിചയമുള്ളതാണ്. ആരെങ്കിലൊക്കെ മരണപ്പെട്ടാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറയുമ്പോഴും അതൊരായത്താണ്, ദിക്റാണ് എന്ന നിലക്കൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ മണിക്കുക, നീട്ടുക, ചെറിയ നീട്ടല്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ രൂപത്തിൽ തന്നെ പറയണം. അപ്പൊ അതിന്റെ പൂർണ്ണമായ കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഭിപ്രായം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് അഭിപ്രായം. ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായ അഭിപ്രായം ഉണ്ടാവും. അല്ലാത്ത അഭിപ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ അതും ആത്മാർത്ഥമ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ഈ വീഡിയോക്ക് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കമന്റുകളെ കൂടുമ്പോൾ അതുപോലെ തന്നെ ലൈക്കുകൾ കൂടുമ്പോൾ ആളുകളിലേക്ക് കൂടുതൽ അത് എത്തിക്കാൻ വേണ്ടി യൂട്യൂബ് ശ്രമിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല നിയത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ല പ്രതിഫലം കിട്ടും. ഏതായാലും എന്തെങ്കിലും ഒരു കമാൻഡ് മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു കമന്റ് വിടുക. അതിന് അക്ഷരം തെറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളതായ ഭാഷയിൽ തമിഴിലോ ഉറുദുവിലോ മറ്റേതെങ്കിലും ഭാഷയിലൊക്കെ ഉണ്ട്, അറബിയിലോ ഏതായാലും വേണ്ടില്ല, എന്ത് ചെയ്യുക, നിങ്ങളെ ഒരു കമന്റ് അവിടെ എന്ത് ചെയ്യുക, ഒരു രേഖപ്പെടുത്തുക. 1, 2, 3 കമന്റ് അവിടെ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. കമന്റ് എത്ര കൂടിയാലും അതിനനുസരിച്ച് ആളുകളിലേക്ക് എത്തും. ആ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കാരണം കൊണ്ടാകുമ്പോൾ നമ്മൾ നല്ല നിയത്ത് വെക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പ്രതിഫലം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകളെ ഇപ്പം തന്നെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് ഞാൻ 100ാമത്തെ ക്ലാസ്സിലാണുള്ളത്. ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് വലിയ പ്രയാസമാവും. അവരെ സംബന്ധിച്ച് പ്രയാസമാവും. കാരണം മുമ്പുള്ളത് കേട്ട് വരണമെങ്കിലും ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ
ഏതായാലും കേൾക്കും, എന്നാലും അവരെ സംബന്ധിച്ചൊക്കെ പ്രയാസം. അപ്പൊ നേരത്തെ തന്നെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു വലിയ ഹൈറാണ്. ഏതായാലും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നല്ല രൂപത്തിൽ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞാൻ ചില സമയത്തൊക്കെ എന്ത് ചെയ്യും, വീഡിയോക്ക് താഴെ ചില വസ്തുക്കൾ, പ്രൊഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യും ഒന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അത് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്തത് മാത്രം, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. സാധാരണ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ചാനലിനൊക്കെ അത് ഒരു വളർച്ചയ്ക്ക് ഒരു സഹായകമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ആ ഒരു വിഷയം ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സഹായ സഹകരണം എന്നാണ് ഇതുപോലെയുള്ള സഹകരണങ്ങൾ അല്ലാഹു തആല എല്ലാം ഖബൂൽ ചെയ്യട്ടെ. എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. 157 ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഉലൈക വായിക്കൂല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ അറിയുന്നതാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം. സ്വലവാതും ഇദ്ഗാമും ബിഗുന്നയാണ്. മിർ റബ്ബിഹിം എപ്പോഴും പറയുന്ന വാക്കാണ്. മിർ റബ്ബിഹിം ഇദ്ഗാമും ബിലാഉന്നയാണ്. ഇദ്ഗാമും ബിഉന്നന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇദ്ഗാമും ബിലാഉന്ന. ഒന്ന് മണിക്കും ഒന്ന് മണിക്കൂല, രണ്ടിലും കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. സ്വലവാതും കൂട്ടി യോജിപ്പിച്ചു, തൻവീനെ ആ മീമിലേക്ക് കൊടുത്തു. നൂനാണെങ്കിൽ നൂനിനെ മീമിലേക്ക് കൊടുക്കും. അതുപോലെ തന്നെ മിർ റബ്ബി എന്നുള്ളത് നൂനിനെ റായിലേക്ക് കൊടുക്കും. ഇത് ഇദ്ഗാമും ബിലാഉന്നയാണ്. മിർ റബ്ബി എന്നുള്ളത് മണിക്കുന്നില്ല, സ്വലവാതും എന്നുള്ളത് മണിച്ചു. അതിന് രണ്ട് മാറ്റം. സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. 187 ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിദ് വരും, മുഹ്തദൂൻ. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാകുമ്പോൾ മദ് ആരിദ് വരുന്നതാണ്. 158 ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. മിൻ ഇഖ്ഫാ ചെയ്യണം. മിൻ ശആഇരില്ലാഹ്. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله. وقبضوا الله. أولئك يلعنهم الله ويلعنهم اللاعنون. ما أنزلنا ما مد منفصلان أنزلنا إخفاء جينا من بعد نلا من بعد نون نشم باء إقلابان. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون.
160 إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم مد عارض بسم الله الرحمن الرحيم مد عارض إلا الذين تابوا وأصلحوا وبينوا فأولئك وبينوا أرغني الألف أنا ما له പൂജ്യം പോലത്തെ ഉണ്ടല്ലേ അത് ഉച്ചരിക്കുകയില്ല ആ ചിഹ്നം وبينوا فأولئك أتوب عليهم وأنا التواب الرحيم ഒന്നോതി നോക്കാം നമുക്ക് ഫസ്റ്റ് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون إن الصفا والمروة من شعائر الله فمن حج البيت واعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس
الناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഓരോ ഹർഫിലും ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ മീസാൻ എന്ന തുലാസിനെ നീ ഭാരമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇതിനൊക്കെ മിസ്ല സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറാത്തിലേക്കും എല്ലാവിധ മഹത്തുക്കളുടെയും ഹദറാത്തിലേക്കും ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്കും നീ എത്തിക്കണ റഹ്മാനെ. എല്ലാവിധ ഖൈറിന്റെ അഹിൽക്കാരുടെയും ഹദറാത്തിലേക്ക് നീ എത്തിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, പേരമക്കൾ തുടങ്ങിയവർ റഹ്മാനെ റബ്ബെ മരണപ്പെട്ടവരുണ്ടവരൊക്കെ ഹദറാത്തിലേക്ക് എത്തിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. നീ ആഫിയത്തും ദീർഘായുസും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അവരുടെ തണലിലായി പൊരുത്തത്തിലായി ധാരാളം കാലം ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാൻ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അതുപോലെ തന്നെയുള്ള മറ്റുള്ള എല്ലാവിധ ബാധ്യതകളും തീർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ശരീഫ് ഒന്ന് സിയാറ ചെയ്യാനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലല്ലാഹ് ഖുദ് ബി അയ്ദീനാ ഖല്ലത്ത് ഹീലതുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا حبيبي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله